ഹലോ വെൽക്കം ബാക്ക് ടു സുഫേറ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇവരെ കൂട്ടുകാരൻ്റെ മോളെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ മോൾക്ക് മേപ്പാടിയിൽ വന്നപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ തിരഞ്ഞ് നോക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ താത്തി ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ മുത്തച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഓർക്കും ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ തിരഞ്ഞ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ കുറേ വലിച്ചിട്ടു. അപ്പോൾ എനിക്കൊരു മിഡിയും ടോപ്പ് കണ്ടിട്ട് എനിക്കിഷ്ടമായത്. അങ്ങനെ പിന്നെ ഓരോ ഉടുപ്പ് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ എടുത്തും കണ്ട് പിന്നെ ഞങ്ങൾ ഒരു വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഒരു താമസിക്കുന്നത് കോട്ടേഴ്സിലാണേ. അപ്പോൾ പിന്നെ മേലത്തെ നിലയിലാട്ടോ ഒരുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ എത്തി. പിന്നെ മോളെ കണ്ടു കേട്ടോ. ഇതാണ് കേട്ടോ ബർത്ത്ഡേ കുട്ടി, നല്ല ക്യൂട്ടായിട്ടില്ലേ. അങ്ങനെ പിന്നെ ഓളെ കണ്ട് പിന്നെ ആ ഡ്രസ്സൊക്കെ ഓളെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഉഷാറിലുണ്ടായിരുന്നു കേട്ടോ മോൾ. അപ്പോൾ എല്ലാവരും നമ്മൾ അറിയാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ നോക്കട്ടെ. പിന്നെ ഞാൻ ഇതിന് ചെറുപ്പത്തിൽ കണ്ടതാട്ടോ. ഇപ്പോൾ പെട്ടെന്നൊരു വയസ്സൊക്കെ ആയ ആൾ നല്ല വലിയ കുട്ടിയായിട്ടോ. പിന്നെ അന്ന് ഞാൻ ചെറിയൊരു കുഞ്ഞു കുട്ടിയാകുമ്പോൾ കണ്ടതായിരുന്നു. അങ്ങനെ പിന്നെ ഇത് എൻ്റെ ഇളച്ചൻ്റെ കുട്ടിയാണ്. അപ്പോൾ പിന്നെ അതിനെ കുറച്ച് നേരം എടുത്തിങ്ങനെ അതിനെ കളിപ്പിച്ച് നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ വർത്താനം പറഞ്ഞ് നിന്നപ്പോൾ ഇവർ പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താട്ടി അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ. അപ്പോൾ പിന്നെ ഓരൊക്കെ എണീറ്റിട്ടാണ് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നല്ല മിച്ചറും പിന്നെ കേക്കും പിന്നെ ചിപ്സും അങ്ങനെ നല്ല പാൽ ചായ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ഞങ്ങളെല്ലാവരും പാടെ അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ചായയൊക്കെ കുടിച്ച് കേട്ടോ. അപ്പോൾ പിന്നെ മേലേക്ക് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. ഈ വാർപ്പിൻ്റെ മേലെയാണ് സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി എല്ലാവരും പാടെ അങ്ങോട്ടങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മേലെ പോയപ്പോൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതായത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് ആളുകൾക്ക് വന്നിരിക്കാനുള്ള കസേരയും ഇതൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു സൗകര്യം കേട്ടോ. അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ ഷീറ്റൊക്കെ ഇട്ടിരിക്കണം കേട്ടോ. അതുകൊണ്ട് നല്ലൊരു സൗകര്യമുണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് നല്ല ഗ്രാൻഡായിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആളുകളൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കസേരയിൽ ഇരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ പായസമൊക്കെ കൊടുന്നു കേട്ടോ. നല്ല സേമിയ പായസമായിരുന്നു കേട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അതൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ വേണോ എന്നിങ്ങനെ ചോദിക്കണ്ടായിരുന്നു. പിന്നെ വേണ്ട കേട്ടോ ആർക്കും ചായ കുടിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അതൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മോളെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ലൈറ്റും കാര്യങ്ങളും ബലൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിലത്ത് കുറേ ബലൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോളെ അവിടെ എത്തിയിട്ടൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങനെ വർത്താനം പറഞ്ഞു കേട്ടോ. കേക്ക് എത്താൻ നേരം വൈകിയിരുന്നു കേട്ടോ. അതാണ്. അങ്ങനെ പിന്നെ കേക്കും വന്നു കേട്ടോ. നല്ല അടിപൊളി 2 ലെയറിൻ്റെ കേക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കേക്കും പിന്നെ മിഠായിയും പിന്നെ കപ്പിലുള്ള അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കേക്ക് കാണാനും ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് തിന്നാനും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ വന്ന് പിന്നെ അത് സെറ്റാക്കണൊരു പരിപാടിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. അങ്ങനെ ഞാൻ പോയിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ പിന്നെ മക്കളും എല്ലാവരും അങ്ങനെ പിന്നെ അവരെ ഫാമിലിയും അങ്ങനെ ആരൊക്കെ എല്ലാവരും പാടെ പോയിട്ട് ടേബിളുമൊക്കെ നല്ല സെറ്റാക്കി കേട്ടോ. അപ്പോൾ ആ ലൈറ്റിൻ്റെ ഇതിൽ തന്നെ നല്ല ഭംഗിയിട്ട് അവിടെ കാണാൻ. അങ്ങനെ പിന്നെ ആരൊക്കെ അത് വീഡിയോയും ഫോട്ടോയും ഒക്കെ അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോളുടുപ്പ് വെള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ല മോളെ കാണാൻ തന്നെ. പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ അതങ്ങനെ കളിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതിനെ. അങ്ങനെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കേക്ക് മുറിക്കാനുള്ളൊരു പുറപ്പാടിലാണ് കേട്ടോ. കാരണം കേക്ക് മുറിക്കാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളാകുമ്പോൾ അവരുണ്ടോ കേക്കൊക്കെ മുറിക്കാൻ അവരെ കിട്ടണം. നമ്മളെ ഇഷ്ടത്തിനൊന്നും അവരെ കിട്ടൂലല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് ഒരു പാടുപെട്ടു കേട്ടോ. അതിൻ്റെ കയ്യിലൊന്ന് കൊടുക്കും. പിന്നെ അത് തീരെ എന്താ പറയുക സമ്മതിക്കണമെന്നില്ലായിരുന്നല്ലോ കേട്ടോ. പക്ഷെ കരയണമൊന്നുമില്ല. പക്ഷെ ആൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ സംഭവം. അങ്ങനെ പിന്നെ കേക്ക് മുറിക്കാനായിട്ട് അങ്ങനെ മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി. അപ്പോൾ അങ്ങനെ എന്തൊക്കെ കേക്കൊക്കെ മുറിച്ചു കേട്ടോ. പിന്നെ കേക്കിൻ്റെ മേലെല്ലാം ഏതൊരു ഊതിയിട്ട് കിടത്താൻ മറന്നിരുന്നു കേട്ടോ. പിന്നെയാണ് അത് ഊതിയിട്ട് കിടത്തിയത് കേട്ടോ. കാരണം അത് മറന്നു പോയതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടികൾ നമ്മളെ ഇഷ്ടത്തിനല്ലല്ലോ കുട്ടികളെ കിട്ടുക. അപ്പോൾ ആ ഒരു ഇതിൽ മറന്നു പോയതായിരിക്കും. അങ്ങനെ പിന്നെ ഒരു ഇതാക്കണ കേക്കൊക്കെ പിന്നെ കട്ട് ചെയ്യൽ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ എല്ലാവർക്കും ഇരിക്കണവർക്കൊക്കെ കൊടുക്കാനാണ് കേട്ടോ.
ആദ്യം പിന്നെ അവിടെ ആ മേശമുള്ള കേക്കാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ഇതാ ഓല് പരസ്പരമുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും നമുക്ക് മക്കളുണ്ടാകുമ്പോൾ തന്നെ. അപ്പം നമുക്കൊരാഗ്രഹമല്ല എന്തായാലും ഉണ്ടാവുക. അങ്ങനെ ഇതുണ്ടോ ഈ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ എല്ലാം ഇരിക്കുന്ന ആളുകൾക്കൊക്കെയാണ് കേട്ടോ ആദ്യം തന്നെ കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ കപ്പിലുള്ളതൊക്കെ കുട്ടികളൊക്കെ എടുത്തിട്ട് പോയി കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ കുട്ടികൾ തിന്നുന്നുണ്ടായിരുന്നു. അത് ഒരു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു രണ്ടാളും പാടെ ഒന്നെടുത്തിട്ട് അങ്ങനെ അതിന് തിന്നു കേട്ടോ. പിന്നെ പൊന്നൂസും നല്ല കളിയാട്ടോ ഇവിടെ. ഈ ഗിൽറ്റ് പേപ്പറൊക്കെ ഇവിടെ താഴെ ഒരു പൊട്ടിച്ചപ്പോൾ താഴെ വീണ് നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ അവൾക്കതൊരു സന്തോഷം. പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു സെലിബ്രേഷന് കൂടുന്നത്. കാരണം പുറത്തുള്ള ആളുകളായിട്ടുള്ളത് കേട്ടോ. കാരണം ഇത് ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോളെ ബർത്ത്ഡേക്ക് ഇതേപോലെ നല്ല ഗ്രാൻഡായിട്ട് കഴിച്ചിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ തന്നെ. അപ്പോൾ ഇതാവുള്ളത് പിന്നെ അന്നേരം പിന്നെ അത് പിന്നെ നമ്മളെ കുടുംബമല്ലേ, ഇതിപ്പോൾ പുറത്തുള്ളതല്ലേ. അപ്പോൾ ഇത് സത്യം പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. ഞാൻ അങ്ങനെ ഇതുവരെ എവിടെയും അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ നോക്ക് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ട്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റാണ് ഇരുന്നത്. ഞങ്ങൾ കണ്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ ലാസ്റ്റ് ഇരിക്കുന്നത്. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട്. അങ്ങനെ പിന്നെ ഇതേ കേക്ക് ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ പിന്നെയും തിന്നു കേട്ടോ. പിന്നെ പറയാൻ മറന്നു പോയതാണ്, നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡും കഴിച്ച് കേക്കൊക്കെ പിന്നെ ഒരുപാട് തിന്നിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ വന്നോലിൽ ലാസ്റ്റ് ഞങ്ങളാണ് കേട്ടോ ഇറങ്ങണത്. അങ്ങനെ ഞങ്ങളെ തറവാട്ടത്തോല് അങ്ങനെ ആദ്യം ഓലെ കാറിൽ അങ്ങനെ എല്ലാവരും പോകാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഓരോരുത്തർ അങ്ങനെ അതിൽ കയറൽ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ അവർ പോകുന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു 11 മണിക്കാട്ടോ ഞങ്ങളിവിടെ എത്തിയത്. അപ്പം അങ്ങനെ ഒരുപാട് സമയമായി. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മടിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അപ്പോൾ താങ്ക് യു.